എന്തെന്ന് സുരേഷ് ഗോപിനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? മൂപ്പരാരെങ്കിലും കണ്ടോ എവിടെയെങ്കിലും? എടുത്തിട്ട് പെരുമാറുക അത്രേ. ആരൊക്കെ പെരുമാറിയത്? കുറെ കൂടി രാഷ്ട്രീയ രംഗത്ത് പരിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പെരുമാറി കഴിഞ്ഞൊരു മാറിക്കൊടുക്കും, അടുത്ത ആള് വന്ന് പെരുമാറട്ടെ. സുരേഷ് ഗോപി ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓ, പച്ച മലയാളത്തിൽ പറഞ്ഞാല് സുരേഷ് ഗോപിക്ക് ഒന്നും അറിയില്ലാന്ന്. അടുത്തത് പോട്ടെ, റെഡിയായി നിൽക്കണ അടുത്ത ആള് വരട്ടെ. സ്വന്തം മനസ്സ് എത്രയുണ്ട് വികൃതമാണ് എന്നാണ് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇക്കണ്ട ആൾക്കാരൊക്കെ പെരുമാറിയിട്ടും തിരിച്ചൊന്നും പെരുമാറാന് മൂപ്പര സൈഡിൽ ആരും ഇല്ലേ? മറ്റുള്ളവരുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് മോശമായി. ഒരു വാക്ക് തിരിച്ചു പറയാന് ആരും വരാത്തത് മോശമായി. നമസ്തേ. ആ സുരേഷ് ഏട്ടാ, സുരേന്ദ്രേട്ടൻ വന്ന് നന്ദി പറഞ്ഞു പോയിട്ടോ. നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്. നമസ്തേ. ആയിക്കോട്ടെ. അല്ല, ഈ പെരുമാറാൻ ഇപ്പൊ എന്തിയ പ്രശ്നം ഉണ്ടായി? ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. പക്ഷെ അത് കൊടുത്തില്ല. നമ്മളിപ്പോ എന്തായാലും ചെയ്യാ. BJP പ്രധാനമന്ത്രിക്കും ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് കൊടുക്കായിരുന്നത്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതിന് നമ്മളാരെങ്കിലും നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് മൂപ്പര് വേറൊരു ഐഡിയ പ്രയോഗിച്ചു നോക്കിയത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഉന്നത കുലജാതിയിലുള്ളവരെ ട്രൈബൽ മന്ത്രിയാക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ ആദിവാസികളുടെ പ്രശ്നമൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലാതെ തന്നെ ഇവർക്ക് അനുഭവിച്ച് പരിചയം ഉണ്ടാവുമല്ലോ. ഈ ചിന്തയും വെച്ച് റോട്ടിക്ക് അങ്ങോട്ട് ഇറങ്ങിയതേ സുരേഷ് ഗോപിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നാനാ ഭാഗത്തുനിന്നും പെരുമാറലും ഇങ്ങോട്ട് വന്നപ്പോൾ മൂപ്പർക്ക് കാര്യം തിരിഞ്ഞു. ഇത് കേട്ടു, ചിന്തിച്ചു, വിലയിരുത്തി, വകവച്ചു, മുഖവിലക്കെടുത്തു. ചുരുക്കി പറഞ്ഞാല് സംഗതി നടക്കൂലെന്ന് വൈകുന്നേരം ആയപ്പോക്ക് മനസ്സിലായില്ലേ? ഇനി അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇതുപോലെ പെരുമാറലുകൾ ഏറ്റുവാങ്ങാൻ എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.